കുട്ടനാട് MLA തോമസ് കെ തോമസ് NCP സംസ്ഥാന അധ്യക്ഷനാകും. ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ ചേർന്ന യോഗത്തിലാണ് ഈ ധാരണ. പ്രഖ്യാപനത്തിന് മുന്നോടിയായി കേന്ദ്ര നിരീക്ഷകനെ കേരളത്തിലേക്ക് അയക്കാനും ശരത് പവാർ തീരുമാനിച്ചിട്ടുണ്ട്. PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചതിനു ശേഷമുള്ള സാഹചര്യം വിലയിരുത്താനാണ് ചാക്കോയെയും AK ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും ശരത് പവാർ മുംബൈക്ക് വിളിപ്പിച്ചത്. 3 മണിക്കൂറോളം യോഗം നീണ്ടു. രാജിയിൽ മനംമാറ്റമുണ്ടോ എന്ന് പവാർ ചാക്കോയോട് ചോദിച്ചു. ഇല്ലെന്നു മറുപടി. മന്ത്രിമാറ്റത്തിലടക്കം പാർട്ടി തീരുമാനം നടക്കാതെ പോയതിലെ നീരസം PC ചാക്കോ ധരിപ്പിച്ചു. പുതിയ അധ്യക്ഷനാവാനുള്ള താല്പര്യം പിന്നാലെ തോമസ് കെ തോമസ് തന്നെയാണ് യോഗത്തിൽ അറിയിച്ചത്. AK ശശീന്ദ്രനും പിന്താങ്ങിയതോടെ പവാറും ആ ധാരണയോട് അനുകൂല നിലപാടെടുത്തു. എന്നാൽ പ്രഖ്യാപനത്തിന് മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് ചാക്കോ വാദിച്ചു. ഇതോടെ മുൻ മന്ത്രി മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവുമായ ജിതേന്ദ്ര അവാദിനെ കേരളത്തിലെത്തി യോഗം വിളിച്ച് തീരുമാനം പ്രഖ്യാപിക്കാൻ പവാർ ചുമതലപ്പെടുത്തി. ഇന്നത്തെ യോഗശേഷം പ്രതികരിക്കാൻ PC ചാക്കോ തയ്യാറായില്ല. മീറ്റിംഗിനെ കുറിച്ച് ഒന്ന് പറയാമോ? എന്തായിരുന്നു മീറ്റിംഗിന്റെ കാര്യം? തോമസ് കെ തോമസ് ആവട്ടെ സന്തോഷം മറച്ചുവെച്ചില്ല. ഒരുപാട് പേരൊന്നും പരിഗണിക്കുന്നില്ല. അല്ല, അദ്ദേഹം തീരുമാനിക്കട്ടെ. PC ചാക്കോ പിന്നെ റിസൈൻ ചെയ്തു, പവാർജി ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല. നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ചെയ്താലും ഇല്ലെങ്കിലും അവിടെ വന്ന് പുതിയ അധ്യക്ഷൻ ചിലപ്പം അത് എന്താണെന്നുള്ള അവിടെ വന്നിട്ട് തീരുമാനിക്കും. അത് ആൾക്കാരുടെ അഭിപ്രായം എടുക്കട്ടെ, ആരാ വേണം. മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ട് നീങ്ങിയ തോമസ് കെ തോമസ് ഒടുവിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കൊണ്ട് തൃപ്തനാവുകയാണ്. AK ശശീന്ദ്രനും തോമസ് കെ തോമസും ഒന്നായതോടെ സംസ്ഥാന തലത്തിൽ PC ചാക്കോ കൂടുതൽ പ്രതിരോധത്തിലുമായി. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24.